ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പോരുമുറുകുന്നു. ഇന്ത്യ സഖ്യത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന മമതയുടെ പ്രസ്താവന വിശ്വസിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി. ബംഗാളിലെ പ്രതിപക്ഷ സഖ്യം തകർത്തത് മമതയാണെന്നും അധീർ രഞ്ജൻ ചൗധരി ആരോപിച്ചു. 7 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ മുന്നണികൾ പ്രചാരണം ശക്തമാക്കുമ്പോൾ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾ തമ്മിലുള്ള വാക്പോര് രൂക്ഷമാവുകയാണ്. മമതാ ബാനർജിയെ വിശ്വാസമില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവുമായ അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞത്. ഇന്ത്യ സഖ്യത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന മമതയുടെ പ്രസ്താവന വിശ്വസിക്കുന്നില്ലെന്നും ബംഗാളിൽ പ്രതിപക്ഷ സഖ്യം തകർത്തത് മമതയാണെന്നും അധീർ രഞ്ജൻ ചൗധരി തുറന്നടിച്ചു. उनकी बातों पे कोई भरोसा नहीं. अगर बीजेपी की तरफ ज्यादा भारी रहे तो उस तरफ भी जा सकते. मुझे उनके ऊपर कोई भरोसा नहीं कि गठबंधन तोड़ने वाली ममता बनर्जी सबने देखा है. ये अभी कहीं दुहाई देना ठीक नहीं है. और दुहाई देने के चलते कांग्रेस पार्टी को हिंदुस्तान में खत्म करने की बात कर रहे थे कि कांग्रेस 40 से ज्यादा सीट मिलेगा ही नहीं. कांग्रेस खत्म हो चुके हैं. തൃണമൂൽ, ബി.ജെ.പി, കോൺഗ്രസ്, CPM സഖ്യം എന്നിങ്ങനെ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്ന ബംഗാളിൽ തൃണമൂലിനേക്കാൾ നല്ലത് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നതാണെന്ന് ദിവസങ്ങൾക്ക് മുൻപ് അധീർ രഞ്ജൻ ചൗധരി തന്നെ പരാമർശിച്ചിരുന്നു. ഇന്ത്യ മുന്നണി രൂപീകരണ യോഗങ്ങളിൽ മുൻപിലുണ്ടായിരുന്ന മമത ബംഗാളിൽ സഖ്യത്തിന് തയ്യാറാകാതെ ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ജനം, ഡൽഹി.